കർത്താവിൻ്റെ നാമത്തിന് മഹത്വം. ഈ സായം സന്ധ്യയിൽ വീണ്ടും കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. യേശുവിന്റെ നാമത്തിൽ, in the name of Jesus. ചർച്ച് ഓഫ് ഗോഡ് രഹബോത്ത് പ്രയർ സംഘം കടവന്ത്ര ഒരുക്കുന്ന ഈ ആത്മീയ സംഗമത്തിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇതിന് ചുമൽ കൊടുക്കുന്ന പാസ്റ്റർ സജൻ എത്തി അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മിനിസ്ട്രിയെ കർത്താവ് അധികമായി അനുഗ്രഹിക്കട്ടെ. എറണാകുളം പട്ടണത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണ്. ഈ എളിയ പ്രവർത്തനം ദൈവിക അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഓൺലൈനായി ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുവാനാകട്ടെ. ഇതിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച പ്രിയ കർത്തൃദാസനെ കർത്തൃനാമത്തിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ആദ്യമായി ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ കർത്താവേ, ഞങ്ങൾക്ക് ലഭിക്കുന്ന നല്ല സമയത്തിനായ സ്തോത്രം. ഏത് അവസരത്തിലും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാൻ, അവിടുത്തെ വചനം കേൾക്കുവാനും പറയുവാനും അനുസരിക്കുവാനും കൃപ വീണ്ടും ഞങ്ങളുടെ മേൽ അവിടുന്ന് തരുന്നത് കൊണ്ട് സ്തോത്രം. ഈ മിനിസ്ട്രി കർത്താവ് അനുഗ്രഹിക്കണം. ഇതിൽ ഭാഗമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുല്യമായ അമൂല്യമായ അവിടുത്തെ സാന്നിധ്യം ആഴമായി ഇടപെടുവാൻ ഞങ്ങൾ വീണ്ടും അങ്ങോട് അപേക്ഷിക്കുന്നു. ഈ ശുശ്രൂഷ കർത്താവ് മാനിക്കണം. ആദ്യം മുതൽ അവസാനം വരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായി കാത്ത് പരിപാലിക്കുവാൻ ഞങ്ങളോട് ഇടപെടുവാൻ പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളോട് ദൈവത്തിന് ആത്മാവ് ഇടപെടണം, സംസാരിക്കണം. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്ക് സ്തോത്രം. പ്രാർത്ഥന അവിടുന്ന് കേൾപ്പിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആദ്യമായി അത്യുന്നതൻ മഹോന്നതൻ എന്നൊരു ഗാനം ഞങ്ങൾ ആരംഭിക്കുന്നു. പ്രാർത്ഥനയിലൂടെ നമുക്ക് ശ്രമിക്കാം.
ജീവിത സൗഭാഗ്യമേ പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമമെത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹമെത്ര മാധുര്യം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമമെത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹമെത്ര മാധുര്യം. അന്ത്യത്തോളം നിൻ ക്രൂശിന്റെ വചനം സാക്ഷിപ്പാൻ തരുന്നു ഞാൻ സമ്പൂർണ്ണമാ നിനക്കായി ശോഭിപ്പാൻ. അന്ത്യത്തോളം നിൻ ക്രൂശിന്റെ വചനം സാക്ഷിപ്പാൻ തരുന്നു ഞാൻ സമ്പൂർണ്ണമാ നിനക്കായി ശോഭിപ്പാൻ. പകരു ശക്തി എന്നിൽ നിനക്കായി പോയിടാം. വിശ്വസ്തദാസനായി എന്നെ കീഴിൽ തരുന്നിതാ. പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമമെത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹമെത്ര മാധുര്യം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹമെത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹമെത്ര മാധുര്യം. അത്യുന്നതൻ മഹോന്നതൻ യേശുവേ നീയേ. മാനവും മഹത്വവും നിനക്കു മാത്രമേ. മാറാത്ത മിത്രമേശു എന്റെ ദേവാദി ദേവനേശു. നിത്യനാം ദൈവമേശു എന്റെ രാജാധിരാജനേശു. പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമമെത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹമെത്ര മാധുര്യം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമമെത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹമെത്ര മാധുര്യം. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തെ പാടാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ എത്ര സന്തോഷകരമായ അവസരമാണ്. സ്വന്തം പ്രാണൻ തന്ന് നമ്മെ സ്നേഹിച്ച കർത്താവ് സ്വന്തം പ്രാണന് പോലും വില കൊടുക്കാതെ അതിനേക്കാൾ വിലമതിപ്പുള്ളവരായി നമ്മെ സ്വീകരിച്ച നമ്മുടെ പാവങ്ങളെ കഴിയുവാൻ ക്രൂശിൽ പിടഞ്ഞ യാഗമായി തീർന്ന ആ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുവാൻ ദൈവം നൽകുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം.
തുടർന്ന് നീ തരിക കൃപമാരി പോലെ എന്ന ഒരു ഗാനം ആലപിക്കും. നീ തരിക കൃപമാരി പോലെ ആലി പോലെ കടലകൾ പോലെ നീ തരിക കൃപമാരി പോലെ ആലി പോലെ കടലകൾ പോലെ നിറച്ചിടുക നിന്നാത്മാവിനാ നിറച്ചിടുക നിന്നാത്മാവിനാൽ നിന്തിരുവേല ചെയ്തിടുവാൻ നീ തരിക കൃപമാരി പോലെ നീ തരിക കൃപമാരി പോലെ ആരി പോലെ കടലകൾ പോലെ നീ തരിക കൃപമാരി പോലെ. പാപത്തിനാഴത്തിൽ കിടന്ന നാം എന്നെയും പാവന സ്നേഹത്താൽ അരികിലടച്ചു നീ. പാപത്തിനാഴത്തിൽ കിടന്ന നാം എന്നെയും പാവന സ്നേഹത്താൽ അരികിലടച്ചു നീ. പാപിയെ സ്നേഹിക്കും പരിശുദ്ധനേശുവേ, പാപിയെ സ്നേഹിക്കും പരിശുദ്ധനേശുവേ, പാരിതിൽ നിൻ സ്നേഹം ഊതിടുവാൻ നീ തരിക കൃപമാരി പോലെ നീ തരിക കൃപമാരി പോലെ ആരി പോലെ കടലകൾ പോലെ നീ തരിക കൃപമാരി പോലെ. സർവവും നിത്യനാം ദൈവമേ, സർവാധികാരവും നിന്നിലാണെന്നുവേ. സർവവും നിർമ്മിച്ച നിത്യനാം ദൈവമേ, സർവാധികാരവും നിന്നിലാണെന്നുവേ. സർവലോകത്തിനും രക്ഷകനേശുവേ, സർവലോകത്തിനും രക്ഷകനേശുവേ, പാരിതിൽ നീയല്ല ദാരുവില്ലേ. നീ തരിക കൃപമാരി പോലെ നീ തരിക കൃപമാരി പോലെ
ചില നാളുകൾക്ക് മുൻപ് ഞാൻ എഴുതി ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ് അനുദിനം നടത്തിയ വഴികൾ ഓർത്താൽ. ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾ ഓർത്താൽ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അതിനെപ്പറ്റി ഓർത്തപ്പോൾ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ പറ്റി ഓർത്തപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു ഗാനമാണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റാൻസ് എങ്ങനെയാണ്? മനത്തിൽ നിന്നും എൻ പ്രാണനെയും, കണ്ണുനീരിൽ നിന്നും എൻ കണ്ണിനെയും, വീഴ്ചയിൽ നിന്നും കാലുകളെ വിടിവെച്ചവന്റെ ദയ ഓർത്തിടുമ്പോൾ സ്തുതിക്കുവാൻ എനിക്കെന്റെ നാവ് പോരായി. സ്തുതിക്കുവാൻ വാക്കുകൾക്ക് അത് അവർണ്ണനീയമാണ്. ദൈവത്തിന്റെ സ്നേഹം, ആ ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനമാണ്. എന്റെ മകൾ ദെബോര അത് നമുക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രാർത്ഥനയോട് നമുക്ക് ശ്രമിക്കാം.
അതെ, കൃപയാൽ കൃപയാൽ കർത്താവിന്റെ ദയയാൽ. കർത്താവിന്റെ ദയ ഒന്ന് മാത്രം, ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രം, ദൈവത്തിന്റെ സ്നേഹം ഒന്ന് മാത്രം. നമ്മൾ വീണ്ടെടുത്തത് ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുണ. എത്ര പറഞ്ഞാലും, എത്ര പാടിയാലും, എത്ര ഘോഷിച്ചാലും അതിന്റെ അർത്ഥവ്യാപ്തി തീരുന്നില്ല. തുടർന്ന് ഹല്ലേലൂയ, എന്റെ യേശുവേ, എന്റെ കർത്തനെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം ആലപിക്കും. എന്റെ കർത്തനെ നീയെന്നുവെന്നോടെ, എന്റെ യേശുവേ, എന്റെ ദൈവമേ, നീയെന്നുവെന്നുപനീതി. നീയൻ വിശ്വാസം, നീയൻ പ്രത്യാശ, നീ കൃപകൾ എനിക്കു മതി. നിന്നിൽ ആശ്വാസം, നിന്നിൽ സന്തോഷം, നിൻ കരുണകൾ എനിക്കു മതി. ആരാധ്യനാം യേശുനാഥാ, ഹല്ലേലൂയ പാടിടും എന്നെന്നും ഞാൻ. നായുസി ചെയ്ത നന്മകൾ ഓർക്കുമ്പോഴുള്ളം നിറയും. എന്നെ നടത്തിയ വഴികളോർക്കുമ്പോൾ നന്ദിയാൽ ഞാൻ പാടിടും. നീയൻ വിശ്വാസം, നീയൻ പ്രത്യാശ, നീ കൃപകൾ എനിക്കു മതി. ആശ്വാസം, നിന്നിൽ സന്തോഷം, നിൻ കരുണകൾ എനിക്കു മതി. ആരാധനാം യേശുനാഥാ, ഹല്ലേലൂയ പാടിടും എന്നെന്നും ഞാൻ. എന്നെ കരുതുക, നീയെന്നും ശക്തനല്ലോ. എൻ ജീവിത വഴി
കയ്യിലല്ലോ. നീ എൻ വിശ്വാസം, നീ എൻ പ്രത്യാശ, നിന്റെ മകൾ എനിക്കു മതി. നിന്നിൽ ആശ്വാസം, നിന്നിൽ സന്തോഷം, നിൻ കരുതൽ എനിക്കു മതി. ആരാധന യേശുനാഥ. ഹല്ലേലൂയ പാടിടും എന്നെന്നും ഞാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങൻ ആയുസ്സിൽ ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ ഉള്ളം നിറയും. എന്ന് നടത്തിയ വഴികൾ ഓർക്കുമ്പോൾ നന്ദിയാൽ ഞാൻ പാടിയിടും. ജ്ഞാനത്തിന്റെ പിറകിൽ, പാട്ടിന്റെ പിറകിൽ ഒരു സത്യമുണ്ട്, ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ്? ദൈവം ചെയ്ത നന്മകൾ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ ഗാനങ്ങൾ, പാട്ടുകൾ പാടിപ്പോകും. അതിനെ പറയുന്നത് സന്തോഷിക്കുന്നവർ പാട്ട് പാടട്ടെ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് ഗാനങ്ങൾ പാടുവാൻ ദൈവം നമുക്ക് അവസരം തന്നല്ലോ. തുടർന്ന് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായി നമ്മെ പുലർത്തിരുന്ന നല്ല കർത്താവ് അന്നു വേണ്ടുന്നതെല്ലാം എന്നെന്നും തന്ന വഴി നടത്തും. ആപത്തു വേളയിൽ പോലും തൻകരം നമ്മെ നടത്തും. സന്തോഷ സമയത്ത് മാത്രമല്ല, ആപത്തു വേളയിൽ പോലും. നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ് ആപത്തു വേളയിൽ നമ്മെ രക്ഷിക്കുന്ന, സഹായിക്കുന്ന ദൈവം. കൂട്ടുകാർ, വേണ്ടപ്പെട്ടവരൊക്കെ നല്ല സമയങ്ങളിൽ ഒരുപക്ഷെ കൂടെ ഉണ്ടാകാം. പക്ഷേ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ആപത്തുകളും അനർത്ഥങ്ങളും ഉണ്ടാകുമ്പോൾ കൂട്ടുകാരൊക്കെ നഷ്ടപ്പെടും. എന്നാൽ ആപത്ത് അനർത്ഥങ്ങൾ വരുമ്പോൾ കൂടിയിരിക്കുന്ന നല്ല കർത്താവ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി ഇടപെടുന്ന ഈ നല്ല ദൈവം, എത്ര നല്ല ദൈവം. വീണ്ടും ആ ഗാനം പാടും. അധികമായി നമ്മെ പുലർത്തിയിടും സ്വർഗീയ സുതരൻ ആത്മമണാളൻ നമ്മുടെ പരിപാലകൻ, യേശുവിൻ പരിപാലകൻ. ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അധികമായി നമ്മെ പുലർത്തിയിടും സ്വർഗീയ സുതരൻ ആത്മമണാളൻ നമ്മുടെ പരിപാലകൻ, യേശുവിൻ പരിപാലകൻ. അന്നു വേണ്ടും
ആമോദത്തോടെ വസിപ്പാൻ ആത്മാവിൻ ദാനങ്ങൾ തന്നു. സാക്ഷിയായി പോകുമ്പോഴെല്ലാം ശ്രേഷ്ഠമായി തന്നെ പുലർത്തും. ആമോദത്തോടെ വസിപ്പാൻ ആത്മാവിൻ ദാനങ്ങൾ തന്നു. സാക്ഷിയായി പോകുമ്പോഴെല്ലാം ശ്രേഷ്ഠമായി തന്നെ പുലർത്തും. ചോദിക്കുന്നതിലും തേക്കുന്നതിലും അധികമായി നമ്മെ പുലർത്തിയിടും. സ്വർഗീയ സുതനും ആത്മബലൻ നമ്മുടെ പരിപാലകൻ. യേശുവിൻ പരിപാലകൻ. ചോദിക്കുന്നതിലും തേക്കുന്നതിലും അധികമായി നമ്മെ പുലർത്തിയിടും. സ്വർഗീയ സുതനും ആത്മബലൻ നമ്മുടെ പരിപാലകൻ. യേശുവിൻ പരിപാലകൻ. എന്റെ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ വാതിലുമേലും നാമമതി സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. പഴയ ഒരു ഗാനമാണ്. അറിയാവുന്നവർക്ക് ചേർന്ന് പാടാം, കൂടെ ചേർന്ന് പാടാം. കണ്ണുനീരവൻ തുടച്ചിടുമേ, കരുണയിൽ കരം നീട്ടിയിടുമേ. എന്റെ കാൽവരി നായകനേശു മതി എന്റെ പാപങ്ങൾ അകറ്റിയിടുവാൻ. പാപത്തിന്റെ കരാളഹസ്തത്തിൽ പിടിക്കപ്പെട്ട നമ്മെ നാം ആയിരുന്ന ഇടങ്ങളിൽ ഇറങ്ങി വന്ന് വിടിവെച്ച ആ കർത്താവ് മതി നമ്മുടെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാനും നീതിയിൽ അഭ്യസനം തരുവാനും. അകാലം ചേർന്നാലപിക്കും. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമത്തിൽ സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമത്തിൽ സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. കണ്ണുനീർ അവൻ തുടച്ചിടുമേ, കരുണയിൽ കരം നീട്ടിയിടുമേ. കണ്ണുനീർ അവൻ തുടച്ചിടുമേ, കരുണയിൽ കരം നീട്ടിയിടുമേ. എന്റെ കാൽവരിയായവനേശു മതി എന്റെ പാപങ്ങൾ അകറ്റിയിടുവാൻ. എന്റെ കാൽവരിയായ
കർത്താവിന്റെ നാമത്തിന് മഹത്വം. സമയം ഏറെ വൈകി. വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഈ സായം സന്ധ്യയിൽ നമുക്ക് ആത്മീയമായി കൂടി വരുവാൻ ദൈവം ഒരുക്കിയ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിന്റെ നാമത്തിന് മഹത്വം. നമ്മുടെ ഈ കൊറോണ സമയത്ത് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പല ആളുകളും ആരാധനയിൽ നിന്ന് പിറകോട്ട് പോയിരിക്കുന്നു. പ്രാർത്ഥനയിൽ നിന്നും ആത്മീയ കൂട്ടായ്മയിൽ നിന്നും ഒക്കെ പല ആളുകളും പിറകിലേക്ക് പോയിരിക്കുന്നു എന്ന് നമുക്കറിയാൻ കഴിയുന്നു. പണ്ടുണ്ടായിരുന്ന അത്രയും തീഷ്ണത ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് ഇന്ന് വചനം സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ കൂട്ടായ്മയെ പറ്റിയുള്ള ചില കാര്യങ്ങൾ ചുരുക്കവാചകത്തിൽ നിന്ന് പറഞ്ഞ് പ്രബോധിപ്പിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അതിനായി 133 സങ്കീർത്തനം അതിൽ എഴുതിയിരിക്കുന്നത് ഇതാ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവുമാകും. ദൈവത്തിന്റെ ആത്മാവിലാണ് സങ്കീർത്തനങ്ങൾ എഴുതപ്പെട്ടത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര മനോഹരവും എത്ര ശുഭവും ആയിരിക്കുന്നു എന്ന് പറയുന്നത് മനുഷ്യരല്ല, ദൈവമാണ്. അപ്പൊ ഒരു കാര്യം ഉറപ്പിക്കാം, സഹോദരന്മാർ ഒത്തൊരുമിച്ച് കൂട്ടായ്മയിലായിരിക്കുന്നത് ദൈവത്തിന് ശുഭമാണ്, അത് ദൈവത്തിന് മനോഹരമാണ്. ഈ ഭൂമി അവിടവിടങ്ങളായി ദൈവമക്കൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ, ഐക്യതയോടെ ദൈവത്തിന്റെ ആത്മാവിൽ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ, സ്വർഗത്തിലിരുന്ന് ആ ദൈവം ഭൂമിയിലേക്ക് നോക്കി പറയുന്ന ഒരു വാചകമല്ലേ ഇതാ, സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവുമാണ്. സാധാരണഗതിയിൽ സഹവിശ്വാസികളെയൊക്കെ പലപ്പോഴും നമ്മൾ പരിഹസിക്കാറുണ്ട്, കളിയാക്കാറുണ്ട്. ചില ആളുകൾക്ക് നമ്മൾ പറയും അവർക്ക് 5 പൈസയുടെ ബുദ്ധിയില്ല, വിവേകമില്ല, ജ്ഞാനമില്ല, പരിജ്ഞാനമില്ല നമ്മൾ പറയാറുണ്ട്. അത് ശരിയുമാണ്, ശ്രദ്ധിക്കൂ. പക്ഷേ ഈ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുമ്പോൾ അതിനെ നോക്കി ദൈവം പറയുന്നു അത് ശുഭമാണ്, അത് മനോഹരമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ നോക്കി ദൈവം ശുഭവും മനോഹരവും എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് കൂട്ടായ്മയെ ചെറുതായി കാണരുത്. കൂട്ടായ്മയെ ചെറുതായി കാണുകയോ അലക്ഷ്യമായി അതിനെ വീക്ഷിക്കാനും പങ്കെടുക്കാനും പാടില്ല. ദൈവത്തോടുള്ള ദൈവത്തിന്റെ കൂട്ടായ്മ മനുഷ്യരോടുള്ള കൂട്ടായ്മ ആയതുകൊണ്ട്
ഏറ്റവും ശ്രേഷ്ഠമായും എത്രത്തോളം വിലമുടക്കിയും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ വേണം ആത്മീയ കൂട്ടായ്മയിൽ നാം പങ്കെടുക്കേണ്ടത്. ഭൗതിക കൂട്ടായ്മയും സെക്കുലർ ഭാഗത്തുള്ള കൂട്ടായ്മകളും സ്പിരിച്വൽ ലെവലുള്ള കൂട്ടായ്മകളും ഉണ്ടല്ലോ ഭൂമിയിൽ. ആത്മീയ കൂട്ടായ്മ എന്ന് പറയുന്നത് മറ്റെല്ലാത്തിനേക്കാളും ഏറ്റവും ഫലവത്തും ഏറെ ഗൗരവത്തോടെ ചെയ്യേണ്ട ഒന്നാണ് ആത്മീയ കൂട്ടായ്മ. 133 സംഖ്യത്തിൽ തന്നെ താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക് അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹർമോന്യ മഞ്ഞു പോലെയും ആകുന്നു. ഒന്നുകൂടെ വായിക്കാം. അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക് അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹർമോന്യ മഞ്ഞു പോലെയും ആകുന്നു. രണ്ടാമത്തെ വാക്യം തുടങ്ങുന്നത് അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്. അപ്പോ ഈ അഭിഷേക തൈലം അഹരോന്റെ തലയിൽ വീണിരിക്കുന്ന അഭിഷേക തൈലം തലയിൽ നിന്ന് താടിയിലേക്ക്, ആ താടിയിൽ നിന്നും ഈ അഭിഷേക തൈലം ഒഴുകി പോകുന്നത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക്. വസ്ത്രത്തിന്റെ വിളിമ്പിനെ ലക്ഷ്യമാക്കി ഈ അഭിഷേക തൈലം ഒഴുകുകയാണ്. വസ്ത്രത്തിന്റെ വിളിമ്പിനെ പറ്റി സംഖ്യാപുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും കാണുന്നു. സംഖ്യാപുസ്തകം 15, 38, 39 അവിടെ എഴുതിയിരിക്കുന്നത് വിശുദ്ധിക്കൊരു ജ്ഞാപകം വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊങ്ങൽ തുണി ചേർക്കണം. വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊങ്ങൽ തുണി ചേർക്കണം. അത് വിശുദ്ധിക്കൊരു ജ്ഞാപകമാണ്. ഈ തൊങ്ങൽ കാണുമ്പോൾ ദൈവത്തിന്റെ പ്രമാണം ഓർക്കുകയും വിശുദ്ധ ജീവിതത്തിൽ ജീവിക്കേണ്ടതിന് ആവശ്യകതയെ പറ്റി ബോധവാനായി മാറുകയും വേണം. അതിന് ഉപോത്പലകമായി ജ്ഞാപകമായി തൊങ്ങൽ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തുന്നിച്ചേർക്കണം. അതാണ് സംഖ്യാപുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പോ അഭിഷേക തൈലം തലയിൽ നിന്നും താടിയിലേക്ക് വന്നിട്ട് ഈ അഭിഷേക തൈലം പോകുന്നത്, ഒഴുകുന്നത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക്. അതായത് വിശുദ്ധിയുടെ ജ്ഞാപകം എന്ന് പറയുന്ന തൊങ്ങലിനെ ലക്ഷ്യമാക്കി ഒഴുകുന്ന അഭിഷേക തൈലം, വിശുദ്ധിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അഭിഷേക തൈലം പോലെയാണ് സഹോദരന്മാർ ഒത്തുവെച്ച് വസിക്കുന്നത്. അങ്ങനെ 131 സംഘത്തിൽ എണീക്കുന്നത് അങ്ങനെയാ. അപ്പൊ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എന്താണ്? അത് ശുഭമാണ്, മനോഹരമാണ് ദൈവത്തിന്. 2, അത് അഭിഷേക തൈലം പോലെ എങ്ങോട്ട്? വിശുദ്ധിയിലേക്ക് പോകുന്ന വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊടുത്തു വെച്ചിരിക്കുന്ന ആ തൊങ്ങലിനെ ലക്ഷ്യമാക്കി പോകുന്ന അഭിഷേക തൈലം പോലെയാണ് കൂട്ടായ്മ. കൂട്ടായ്മയിൽ നാം ചെല്ലുമ്പോൾ, കൂട്ടായ്മയിൽ ഭാഗവക്കാകുമ്പോൾ, ഐക്യതയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുമ്പോൾ സംഭവിക്കുന്നത് വിശുദ്ധി പ്രാപിക്കുകയാണ്. വിശുദ്ധ ജീവിതത്തിൽ ഓഹരിക്കാരാകുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ദൂത് പറയുന്നു, കൂട്ടായ്മയിൽ കൂടി അല്ലാതെ വിശുദ്ധി വളർത്താൻ കഴിയുകയില്ല. വിശുദ്ധി അതിന്റെ സമൃദ്ധിയിലേക്ക് പോകുവാൻ കൂട്ടായ്മ അത്യന്താപേക്ഷിതമാണ്. ചില ആളുകൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു.
അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിലിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു കൊള്ളാം. ഇനി ആരാധന തുടങ്ങിയാലും ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ കുടുംബമായി വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചുള്ള. പ്രിയപ്പെട്ടവരെ, അപകടമാണ്. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കൂ, അപകടമാണ്. ഞാൻ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അടുത്ത് സംസാരിക്കുന്നു. കൂട്ടായ്മയിൽ കൂടി അല്ലാതെ വിശുദ്ധിയിൽ നമുക്ക് വളരാൻ സാധ്യമല്ല. അങ്ങനെ ആരും വളർന്നിട്ടില്ല. ചരിത്രം പരിശോധിക്കൂ. കൂട്ടായ്മയിൽ കൂടി അല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ച് ഒറ്റയ്ക്ക് കൂട്ടായ്മ കൂടി ആരും വിശുദ്ധിയിൽ വളർന്നിട്ടില്ല. കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു വലിയ രഹസ്യമാണ്, ഒരു മർമ്മമാണ്. എഫേസ്യരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എല്ലാത്തിന്റെയും നിറവായിരിക്കുന്ന ക്രിസ്തുവിനെ ദൈവം കൊടുത്തിരിക്കുന്നത് സഭയ്ക്കാണ്. അപ്പൊ ക്രിസ്തുവിനെ നാം പങ്കിട്ടെടുക്കുന്നത്, പകർത്തെടുക്കുന്നത്, പ്രാപിക്കുന്നത് കൂട്ടായ്മയിൽ കൂടിയാണ്. ദൈവം ക്രിസ്തുവിനെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. സഭയിൽ നിന്നാണ്, കൂട്ടായ്മയിൽ കൂടിയാണ് ക്രിസ്തുവിനെ നാം പ്രാപിക്കുന്നതും അതിന്റെ വളർച്ചയിലേക്ക്, ക്രിസ്തുവിലേക്ക് വളരുന്നതും. അപ്പൊ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് കൂട്ടായ്മ. ഒരു ദൈവ പൈതലിന് കൂട്ടായ്മ ഇല്ലാതെ മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ച് കൂട്ടായ്മ ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. കൂട്ടായ്മയുടെ ശക്തി എന്ന് പറയുന്നത് അത് വലുതാണ്. കൂട്ടായ്മയിൽ സഹോദരങ്ങൾ തമ്മിൽ കാവൽക്കാരാണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു, വലിയ മല്ലനായ ഗോലിയാത്തിനെ പോലും പരാജയപ്പെടുത്തിയ ദാവീദ് പടക്കളത്തിൽ തളർന്നുപോയി. പടക്കളത്തിൽ തളർന്നുപോയപ്പോ നമ്മൾ വായിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: അബിശായി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പടക്കളത്തിൽ ദാവീദ് തളർന്നു പോയപ്പോൾ, ദാവീദ് തളർന്നു പോയത് ആ ക്ഷണം സൈന്യം പറഞ്ഞു, എതിർ സൈന്യം, ശത്രു സൈന്യം പറഞ്ഞു. ശത്രു സൈന്യത്തിലെ ഒരു പട്ടാളക്കാരൻ ദാവീദിനെ വെട്ടുന്നതിന് വേണ്ടി മുൻപോട്ടാഞ്ഞു. ആ ഒരു നിമിഷം ദാവീദ് തളർന്നു എന്ന് മനസ്സിലാക്കി മുൻപോട്ടാഞ്ഞ് ദാവീദിനെ വെട്ടാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? അബിശായി അടുത്തുണ്ടായിരുന്നു. അബിശായി ദാവീദിനെ വെട്ടാൻ വന്ന പ്രതിയോഗിയെ വെട്ടിക്കൊന്നു. അങ്ങനെ ദാവീദിനെ രക്ഷിച്ചു. അന്ന് കന്യകമാർ പാടിയത്, ആളുകൾ പാടിയത് ഇങ്ങനെയാണ്: ഇസ്രായേലിന്റെ ദീപം കെട്ടുപോകുമായിരുന്നു. അബിശായി ഇസ്രായേലിന്റെ ദീപത്തെ, അടഞ്ഞു പോകാൻ സാധ്യതയുണ്ടാകുന്ന ദീപത്തെ തെളിച്ചു. ഓക്കെ, അബിശായി യുദ്ധക്കളത്തിൽ ദാവീദിനെ രക്ഷിച്ചതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് സംഭവിച്ചു? എങ്ങനെയാണ് സാധിച്ചിരുന്നത്? അബിശായും തന്റെ പ്രാണന് വേണ്ടി താൻ വളരെ ബോധപൂർവ്വം നിൽക്കേണ്ട ആളാണ്. അപ്പോൾ തന്നെ താൻ തന്നെ സംരക്ഷിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിച്ചു? ദാവീദിന്റെ മേൽ അബിശായി ഒരു കണ്ണുണ്ടായിരുന്നു. പടച്ചട്ടൊക്കെ അണിഞ്ഞ് ആയുധമായി നിൽക്കുന്ന ദാവീദ് അടുത്തു നിൽക്കുകയാണെങ്കിലും അബിശായിയുടെ ഒരു കണ്ണ് ദാവീദിന്റെ മേലുണ്ടായിരുന്നു. ദാവീദ് തളർന്നു വരുന്നത് കണ്ട അബിശായി ആ നിമിഷം ആ ഇടയിൽ ചാടി കയറി. ശത്രു ആക്രമിക്കാൻ സാധ്യത ഉണ്ടായ സമയത്ത് അബിശായി ചെന്നു ശത്രുവിനെ നിഷ്കരണം വധിച്ച ശേഷം ദാവീദിനെ സംരക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, വിശ്വാസ സഹോദരങ്ങൾ, അവർ സഹഭടന്മാരാണ്, കാവൽക്കാരാണ്. നമ്മുടെ സഹവിശ്വാസികളുടെ മേൽ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരുവൻ ബലഹീനനായി മാറിയാൽ, ഒരുവൻ ഏതെങ്കിലും തരത്തിൽ മാനസികമോ ശാരീരികമോ വിഷയത്തിൽ ഭാരപ്പെട്ടാൽ അടുത്ത വിശ്വാസിയെ തിരിച്ചറിയണം. സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ പോലും, വിഷയങ്ങൾ നമ്മോട് പറഞ്ഞില്ലെങ്കിൽ പോലും ഒരുവൻ തളരുന്നത് നാം കണ്ടറിയണം, അറിയണം.
വേഗത്തിൽ ചെന്ന് ആ കാര്യങ്ങളിൽ ക്രമീകരിക്കപ്പെടണം. തമ്മിൽ നാം സംരക്ഷിക്കേണ്ട സഹഭടന്മാരാണ് നമ്മൾ. കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു വിശ്വാസ ജീവിയുടെ ജീവിതത്തിന്റെ ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൂട്ടായ്മ. കൂട്ടായ്മയിൽ നിന്നുണ്ടാകുന്ന ആത്മീയ സന്തോഷവും സമാധാനവും ആത്മീയ നന്മയും നമുക്ക് പ്രാപിക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മ കൂടാൻ കഴിയുന്നില്ലെങ്കിലും ആത്മാവ് കൊണ്ട് അടുത്തുള്ളവരായി കൂട്ടായ്മ കൂടാൻ കഴിയും. നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കാൻ കഴിയും. ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് കൂട്ടായ്മ കാണിക്കാൻ കഴിയും. സ്തോത്രം. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാഹചര്യങ്ങളെല്ലാം ദൈവം അനുകൂലമാക്കും. സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കും. എന്നാൽ പല ആളുകളും കൂട്ടായ്മ കൂടാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അതൊന്നും അവരെ ബാധിക്കുന്നില്ല. കാരണം കൂട്ടായ്മ കൂടുന്നില്ലെങ്കിലും അവരിടയ്ക്ക് വിളിക്കുകയും അന്വേഷിക്കുകയും ഓൺലൈനായിട്ട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഹാലിൽ ഒരുപക്ഷെ ഒരുമിച്ച് കൂടുതലായിരിക്കാം. പക്ഷെ മനസ്സുകൊണ്ട് ആത്മാവുകൊണ്ട് അവർ ഒന്നാണ്. അതിനെ ശിഥിലപ്പെടുത്തുവാൻ, അതിനെ വിഘടിപ്പിക്കുവാൻ പൈശാചിക ശക്തിക്ക് സാധ്യമല്ല. സ്തോത്രം. കൂട്ടായ്മ ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. കൂട്ടായ്മ ഒരിക്കലും അഫലമായി കാണരുത്. കൂട്ടായ്മ ഒരിക്കലും അലക്ഷ്യമായി കാണരുത്. നാം വളരെ അനുഭവിക്കുന്ന ഉത്തോലനം എന്ന് പറയുന്നത് കൂട്ടായ്മയാണ്. ഈ നാളുകളിൽ കൂട്ടായ്മ ഉണ്ടാകട്ടെ. കാരണം യേശുക്രിസ്തു പറഞ്ഞില്ലേ, ഞാനും പിതാവും ഒന്നായിരിക്കുന്നു. ഞങ്ങൾ ഒന്നായിരിക്കുന്നത് പോലെ, പരസ്പരം ഞങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും. അതാണ് കൂട്ടായ്മ. വേർപിരിക്കാൻ കഴിയാത്ത ആത്മാവ് കൊണ്ട് ബന്ധിക്കുന്ന ഒരവസ്ഥ. നമ്മുടെ സഹോദരൻ, കൂട്ടു സഹോദരൻ ആരുമാകട്ടെ, എന്തുമാകട്ടെ, അവരെ പറ്റി ഈ ദിവസങ്ങളിൽ നമുക്കൊരു ചിന്ത ഉണ്ടാകട്ടെ. അവൻ ക്ഷീണിക്കുമ്പോൾ, അവൻ തളരുമ്പോൾ, അവനൊരു ആവശ്യക്കാരനായി മാറുമ്പോൾ അവിടെ ഓടിയെത്താൻ നമ്മുടെ ഒരു കണ്ണ് അവന് വലിയിരിക്കട്ടെ. സ്തോത്രം. കർത്താവ് നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഈ പ്രതികൂല കാലാവസ്ഥയിൽ നമുക്ക് അനുകൂലമാകുന്ന ആ കൂട്ടായ്മയിൽ നമുക്ക് ആത്മാർത്ഥമായി സംബന്ധിക്കാം. ആ കൂട്ടായ്മയിൽ ലഭിക്കുന്ന വിശുദ്ധ അനുഭവം നമുക്ക് പ്രാപിക്കാം. നമ്മൾ വായിച്ചു കേട്ടല്ലോ, അത് ശുഭമാണ്, മനോഹരമാണ്. അത് അഭിഷേക തൈലം പോലെ തൊണ്ടയിലേക്ക്, വസ്ത്രത്തിൽ വിളിമ്പിലേക്ക് ഒഴുകിപ്പോകുന്ന അഭിഷേക തൈലം പോലെയാണ് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. എങ്കിൽ ആ കൂട്ടായ്മയിലേക്ക് നമുക്ക് ആഹ്ലാദത്തോടെ, പൂർണ്ണ മനസ്സോടെ, സന്തോഷത്തോടെ ഇറങ്ങിച്ചെല്ലാം. ദൈവത്തിന് സഹായിക്കട്ടെ. കേൾപ്പിച്ച ദൈവിക ആലോചനയാൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് സമാധാനവും സന്തോഷം നൽകട്ടെ. ഒടുവിലായി നമുക്ക് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാം. യേശുവിൻ നാമത്തിൽ. കാലാവസ്ഥ ഞങ്ങൾക്ക് പ്രതികൂലമാണ്, അവസ്ഥകൾ ഞങ്ങൾക്ക് പ്രതികൂലമാണെങ്കിലും പ്രതികൂലമായ അവസ്ഥയിൽ ഞങ്ങളോട് പറ്റി നിൽക്കുന്ന ആ കർത്താവിനെ ഞങ്ങൾ കാണുന്നു. കഷ്ടത്തിൽ ഏറ്റവും അടുത്ത നല്ല തുണയായ ആ കർത്താവിനെ ഞങ്ങൾ കാണുന്നു. കർത്താവെ, ഈ നാളുകളിൽ ഞങ്ങളുടെ സഹോദരവർഗത്തിൽ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലയിടങ്ങളിലായിരിക്കുന്നു. അവരെല്ലാം കർത്താവ് കാത്തുകൊള്ളണമേ. കൂട്ടായ്മയിൽ ഞങ്ങൾ വിളിച്ചു വേർതിരിച്ച ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ ആഴമായി വെളിപ്പെടുവാൻ നിങ്ങൾ സഹായിക്കണം. കൂട്ടായ്മയിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ സന്തോഷവും അഭിഷേകവും വിശുദ്ധിയും അധികമായി പ്രാപിക്കുവാൻ കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കരം അത്ഭുതം ചെയ്യണം. ദൈവസ്ഥാനത്ത് ഞങ്ങളുടെ മേൽ ആഴമായി വെളിപ്പെടണം. അവിടുത്തെ കരം അത്ഭുതം ചെയ്ത സ്തോത്രം. ഇന്ന് ഇവിടെ ഈ ശബ്ദം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും കർത്താവിന്റെ സാന്നിധ്യം ആഴമായി ഇടപെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സ്നേഹത്തിന് സ്തോത്രം. പ്രാർത്ഥന കർത്താവ് കേട്ട് മറുപടി തന്നതുകൊണ്ട് സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് ആ ജീവൻ തന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. God bless you all. God bless you all.